ഇന്ത്യൻ സൂപ്പർ ലീഗ് ടീമായ ഈസ്റ്റ് ബംഗാൾ എഫ്.സി. മലയാളി ഫോർവേഡ് പി.വി. വിഷ്ണുവുമായി 2 വർഷത്തെ കരാർ നീട്ടിയതായി പ്രഖ്യാപിച്ചു. ഇത് 2027-28 സീസൺ അവസാനം വരെ ക്ലബ്ബുമായുള്ള താരത്തിന്റെ ഭാവി ഉറപ്പാക്കുന്നു. 2024-25 ഇന്ത്യൻ സൂപ്പർ ലീഗ് ഐഎസ്എല്ലിൽ 4 ഗോളുകൾ നേടി ഈസ്റ്റ് ബംഗാളിന്റെ സംയുക്ത ലീഡിംഗ് സ്കോററായിരുന്നു വിഷ്ണു. റെഡ് ആൻഡ് ഗോൾഡ് ബ്രിഗേഡിന്റെ പ്രധാന പ്രതിഭയായി വിഷ്ണു ഉയർന്നുവന്നിട്ടുണ്ട്. കഴിഞ്ഞ 2 സീസണുകളിലായി തന്റെ സ്ഥിരമായ പുരോഗതി പ്രകടമാക്കുന്നു. കേരളത്തിൽ ജനിച്ച ഫോർവേഡ് 2023 മധ്യത്തിൽ 3 വർഷത്തെ കരാറിൽ ഈസ്റ്റ് ബംഗാൾ എഫ്.സിയിൽ ചേർന്നു. ഇതുവരെ 55 മത്സരങ്ങളിൽ ടീമിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. കൂടാതെ പി.വി. വിഷ്ണു ഇബിയുടെ കൊൽക്കത്ത ഫുട്ബോൾ ലീഗ് ടീമിലെ സ്ഥിരം അംഗമാണ്. കഴിഞ്ഞ 2 സീസണുകളിലായി 11 CFL ഗോളുകൾ സംഭാവന ചെയ്തു. ഐഎസ്എൽ 2024-25 വിഷ്ണു 22 മത്സരങ്ങളിൽ കളിക്കളത്തിലിറങ്ങി. 4 ഗോളുകൾ, 3 അസിസ്റ്റുകൾ, 38 വിജയകരമായ ഡ്രിബിളുകൾ, 1459 മിനിറ്റുകളിൽ 115 വിജയകരമായ ഡ്യുവലുകൾ എന്നിവ നേടി. 2024 ഡിസംബറിൽ സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവച്ച അദ്ദേഹത്തിന് ഐഎസ്എൽ എമർജിംഗ് പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് നേടിക്കൊടുത്തു. റിലയൻസ് ഫൗണ്ടേഷൻ ഡെവലപ്മെന്റ് ലീഗ് RFDL 2024ലും പി.വി. വിഷ്ണു ശ്രദ്ധേയമായ സ്വാധീനം ചെലുത്തി. റെഡ് ആൻഡ് ഗോൾഡ്സിന് ഫൈനലിലെത്താനും തുടർന്ന് ഇംഗ്ലണ്ടിൽ നടക്കുന്ന നെക്സ്റ്റ് ജെൻ കപ്പിന് യോഗ്യത നേടാനും സഹായിച്ചു. ഐഎസ്എല്ലിലെ ഒരു ഈസ്റ്റ് ബംഗാൾ കളിക്കാരന്റെ ഏറ്റവും വേഗതയേറിയ ഗോൾ 33 സെക്കൻഡിൽ നേടിയ റെക്കോർഡും 23-കാരൻ സ്വന്തമാക്കി. 2023-24 ഐഎസ്എല്ലിൽ ഒഡീഷ എഫ്.സിക്കെതിരായ എവേ ലെഗ് മത്സരത്തിലായിരുന്നു ഈ നേട്ടം. വിഷ്ണുവിന്റെ കാലാവധി നീട്ടലിനെക്കുറിച്ച് ഈസ്റ്റ് ബംഗാൾ എഫ്.സിയുടെ മുഖ്യ പരിശീലകൻ ഓസ്കർ ബ്രൂസൺ പറഞ്ഞത്, പി.വി. വിഷ്ണു ക്ലബ്ബിന് ഒരു പ്രധാന ആസ്തിയായി മാറിയിരിക്കുന്നു. അതിനാൽ അദ്ദേഹത്തിന്റെ വിപുലീകരണം ഞങ്ങൾക്ക് ഒരു മുൻഗണനയായിരുന്നു. അദ്ദേഹത്തിന് പരിധിയില്ലാത്ത കഴിവുകളും ഭയമില്ലാത്ത ഡ്രിബ്ലിംഗ് കഴിവുകളും മത്സരം വിജയിപ്പിക്കുന്ന സ്വാധീനവുമുണ്ട്. അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുകയും വേഗത്തിൽ വികസിക്കുകയും ചെയ്താൽ രാജ്യത്തെ ഏറ്റവും മികച്ച വിങ്ങർമാരിൽ ഒരാളായി മാറാൻ അദ്ദേഹത്തിന് കഴിയുമെന്നാണ്. ഈസ്റ്റ് ബംഗാൾ എന്റെ വളർച്ചയെ പരിപോഷിപ്പിക്കുകയും മികച്ച കളിക്കാരനാകാൻ എന്നെ നിരന്തരം പിന്തുണയ്ക്കുകയും ചെയ്തു. എന്നിൽ എപ്പോഴും വിശ്വസിച്ചതിന് ഇമാമി ഈസ്റ്റ് ബംഗാൾ എഫ്.സി മാനേജ്മെന്റിനും ആവേശഭരിതരായ ആരാധകർക്കും ഞാൻ നന്ദിയുള്ളവനാണ്. ഈ ക്ലബ്ബാണ് എന്നെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചത്. ഈസ്റ്റ് ബംഗാളിന് കഴിയുന്നത്ര വിജയം കൊണ്ടുവരാൻ ഞാൻ ദൃഢനിശ്ചയം ചെയ്തിരിക്കുന്നു എന്ന് വിഷ്ണു പറഞ്ഞു.